നമ്മുടെ നായിക ആതിര ഒരു സബ് ഇൻസ്പെക്ടറാണ്. അവളൊരു യാത്രയിൽ വെച്ചാണ് അർജുനെ കണ്ടുമുട്ടുന്നത്. അവന്റെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് അവൾക്ക് അവനോട് ഒരു ക്രഷ് തോന്നുക. അത് കഴിഞ്ഞൊരു ദിവസം അപ്രതീക്ഷിതമായിട്ട് അവനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണും. ചോദിക്കുമ്പോൾ അവൻ പറയും അവനൊരു ആക്ടറാണ്, അവന് നെക്സ്റ്റ് ഒരു പോലീസ് റോൾ ചെയ്യാനുണ്ട്, സോ അതിനുവേണ്ടി പോലീസുകാരുടെ ബിഹേവിയർ ഒക്കെ നോക്കി പഠിക്കാൻ വേണ്ടി വന്നതാണെന്ന്. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും അവർ തമ്മിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിലാണ് ആതിരയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ സൂര്യയുടെ ഹസ്ബൻഡ് കിഷോർ ആണ് വിളിച്ചത്. സൂര്യയെ 2 ദിവസമായിട്ട് കാണാനില്ല. സൂര്യയും ആതിരയും കുഞ്ഞുനാൾ മുതലുള്ള കൂട്ടാണ്. പക്ഷേ സൂര്യയുടെ കല്യാണത്തിന് ശേഷം അവർ തമ്മിൽ അധികം കോണ്ടാക്ട് ഇല്ലായിരുന്നു. അങ്ങനെ ആതിര പോയി കിഷോറിനെ കാണും. അവൻ 4 ദിവസമായി സ്ഥലത്തുണ്ടായിരുന്നില്ല. ആ ടൈമിലാണ് സൂര്യ മിസ്സായത്. CCTV ചെക്ക് ചെയ്യുമ്പോൾ അവൾ കാർ ഓടിച്ചു പോകുന്നത് കാണാൻ പറ്റും. അത് മാത്രമല്ല ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾ 3 വീലർ സ്കൂട്ടറിൽ അവളെ ഫോളോ ചെയ്യുന്നതും കാണാൻ പറ്റും. അയാളെ പറ്റി അന്വേഷിക്കുമെങ്കിലും ഒരു തുമ്പും കിട്ടില്ല. ആതിര വീണ്ടും കിഷോറിനെ കണ്ടിട്ട് അവന് വേറെ അഫെയർ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ തിരക്കും. അപ്പോൾ അവൻ പറയും കല്യാണത്തിന് മുന്നേ ഒരു അഫെയർ ഉണ്ടായിരുന്നു, ഇപ്പോൾ കോണ്ടാക്ട് ഒന്നും ഇല്ലെന്ന്. ആതിര അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ തന്നെ കിഷോർ പോയി അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഒരിടത്ത് ഒരു കാറിനുള്ളിൽ കത്തിയ നിലയിലുള്ള ഒരു ബോഡി കിട്ടും. ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് സൂര്യയുടെ ബോഡിയാണെന്ന് മനസ്സിലാകും. ആതിര ആകെ തകർന്നു പോകും. ആ ടൈമിൽ അർജുൻ വന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയം അവിടെ വേറൊരു പെണ്ണിന്റെ കൊലപാതകം നടക്കുന്നുണ്ട്. ആ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആള് തന്നെയാണ് ആ പെണ്ണിനെ കൊല്ലുന്നത്. CCTV നോക്കുമെങ്കിലും ഹെൽമെറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് ആളെ കിട്ടൂല. ആ പെണ്ണിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അവൾ ഒരുപാട് പേരെ പ്രേമിച്ച് പറ്റിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകും. അങ്ങനെ ആ പറ്റിക്കപ്പെട്ടവരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അതിൽ ഒരാൾ സൂര്യയുടെ കോളേജിൽ പഠിച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലാകും. പക്ഷേ അവനെ തിരക്കി പോകുമ്പോൾ അവനിപ്പോൾ സിംഗപ്പൂരാണ് ഉള്ളതെന്ന് മനസ്സിലാകും. അങ്ങനെ അതും ഒരു ഡെഡ് എൻഡായി മാറുവാണ്. ഈ സമയത്ത് അർജുൻ ആതിരയെ പ്രപ്പോസ് ചെയ്യും. അവളും ഓക്കെ പറയും. അങ്ങനെ അവരങ്ങ് സെറ്റാവും. അത് കഴിഞ്ഞ് ആതിര കിഷോർ ഇല്ലാത്ത ഒരു ദിവസം നോക്കി അവന്റെ വീട് പോയി സെർച്ച് ചെയ്യും. അവിടെ വെച്ച് അവൾ ആ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളെ കാണും. പക്ഷേ അവൻ ആക്ച്വലി ഹാൻഡിക്യാപ്ഡ് അല്ലായിരുന്നു. അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമെങ്കിലും അവരവനെ പിടിച്ച് നല്ല രീതിയിൽ ചോദ്യം ചെയ്യും. അപ്പോൾ അവൻ പറയും ആ പെണ്ണ് അവനെ പ്രേമിച്ച് പറ്റിച്ചത് കൊണ്ടാണ് അവളെ കൊന്നതെന്ന്. അതുപോലെ സൂര്യയായിട്ട് കോളേജിൽ വെച്ച് അവൻ നല്ല ക്ലോസ് ആയിരുന്നു. പക്ഷെ അവൻ അവളെ പ്രപ്പോസ് ചെയ്തപ്പോൾ അവൾ റിജക്റ്റ് ചെയ്തു. പിന്നീട് അവൾ ഹസ്ബൻഡിനൊപ്പം പോണത് കണ്ട് ദേഷ്യം വന്നിട്ടാണ് അവളെ കൊല്ലാൻ നോക്കിയത്. പക്ഷെ അവൻ സൂര്യയെ കൊന്നിട്ടില്ല. കൊല്ലാൻ വേണ്ടി പോയ ടൈമിൽ അവിടെ അവളുടെ കാമുകൻ ഉണ്ടായിരുന്നു എന്ന് അവൻ പറയും. അവൻ അവിടെ കണ്ട ആ കാമുകൻ മറ്റാരുമല്ല, അർജുനാണ്. അവൻ പറഞ്ഞത് വെച്ചിട്ട് ഒരു സ്കെച്ചൊക്കെ വരച്ചു നോക്കുമെങ്കിലും അത് വർക്കാകില്ല. ആകെ ഡെസ്പായ ആതിരയ്ക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ട് അവൾ സൂര്യയുടെ ബോഡി വീണ്ടും ഫോറൻസിക് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അവൾക്ക് മനസ്സിലാകും അത് സൂര്യയുടെ ബോഡിയല്ലാന്ന്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫേക്ക് ആയിരുന്നു. അവൾ ഉടനെ തന്നെ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറിനെ കസ്റ്റഡിയിലെടുക്കും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് കിഷോർ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന്. കിഷോറിനെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ പറയും സൂര്യയ്ക്ക് ആ കല്യാണം ഇഷ്ടമല്ലായിരുന്നു എന്ന്. സൂര്യ കല്യാണത്തിന് ശേഷം അവനോട് ഒട്ടും അടുപ്പം കാണിച്ചിട്ടില്ല. ഒരുമിച്ച് ടൈം പോലും സ്പെൻഡ് ചെയ്തിട്ടില്ല. ഏകദേശം 6 മാസത്തോളം അങ്ങനെ മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് ഒരു ദിവസം സൂര്യ വെയിൻ കട്ട് ചെയ്ത് സൂയിസൈഡ് ചെയ്യാൻ നോക്കും. അവളെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയ ടൈമിലാണ് കിഷോർ അവളുടെ FB ചാറ്റൊക്കെ കാണുന്നത്. അതിൽ നിന്ന് അവൾക്ക് വേറൊരു ലവർ ഉണ്ടെന്ന് അവന് മനസ്സിലാവും. അവൻ അവളോട് നല്ല രീതിയിൽ ചൂടാകും. വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് ഈ കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്നതെന്ന് അവൾ പറയും. ലാസ്റ്റ് അവൻ അവളോട് കാമുകന്റെ കൂടെ തന്നെ പോയിക്കോളാൻ സമ്മതിക്കും. പക്ഷേ അവൾ അങ്ങനെ പോയെന്ന് അവളുടെ വീട്ടുകാരറിഞ്ഞാൽ ആകെ പ്രശ്നമാകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫേക്ക് ഡെത്ത് ഉണ്ടാക്കിയതെന്നും അവൻ പറയും. എന്നിട്ട് സൂര്യയും കാമുകനും നാട് വിട്ടുപോയതിനു ശേഷം കിഷോറിനോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് അയച്ചൊരു വീഡിയോ അവൻ ആതിരയെ കാണിക്കും. ആതിരയ്ക്ക് ഈ സ്റ്റോറി പൂർണ്ണമായിട്ടും വിശ്വാസം വരാത്തതുകൊണ്ട് തന്നെ അവൾ ഈ വീഡിയോ ജയിലിൽ കിടക്കുന്ന ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളെ കാണിക്കും. എന്നിട്ട് ആ ആളെയാണോ സൂര്യയുടെ വീട്ടിൽ അന്ന് കണ്ടതെന്ന് ചോദിക്കും. പക്ഷെ അവൻ അല്ല എന്ന് പറയും. അതോടെ കൺഫ്യൂഷനായ ആതിര കിഷോറിനെ വന്ന് കാണും. എന്നിട്ട് സൂര്യയോട് നേരിട്ട് സംസാരിക്കണമെന്നും അല്ലാതെ കേസ് ക്ലോസ് ചെയ്യില്ലെന്നും പറയും. എന്നാൽ കിഷോറിന്റെ കയ്യിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഒന്നുമില്ല. എപ്പോഴെങ്കിലും അവർ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യണമെന്ന് അവൻ ആതിരയോട് പറയും. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞു പോവുകയാണ്. അതിനിടയ്ക്ക് അർജുനും ആതിരയായിട്ടുള്ള എൻഗേജ്മെന്റ് ഒക്കെ ഫിക്സ് ആകും. പെട്ടെന്നൊരു ദിവസം അവൾക്ക് സൂര്യയുടെ മെസ്സേജ് വരും. ഒരു സ്ഥലം പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറയും. അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്നും. അർജുനും അവളുടെ കൂടെ പോകും. അവിടെ എത്തുമ്പോൾ അവിടെ കിഷോറും ആ ഡോക്ടറും കിഷോറിന്റെ എക്സ് ഗേൾഫ്രണ്ടും എല്ലാവരും കാണും. ആതിരയ്ക്ക് ഒന്നും മനസ്സിലാകില്ല. അപ്പോൾ അർജുൻ വന്നിട്ട് പറയും അവനാണ് സൂര്യ എന്ന്. അപ്പോഴേക്കും ആതിരയുടെ കിളി പോകും. സൂര്യയ്ക്ക് കുഞ്ഞിലെ തൊട്ട് ആൺകുട്ടികളെ പോലെ ജീവിക്കാനായിരുന്നു ഇഷ്ടം. അതുപോലെ ആതിരയെ കല്യാണം കഴിക്കണം എന്നും ഉണ്ടായിരുന്നു. കല്യാണത്തിന്റെ സമയമായപ്പോൾ സൂര്യ അവളുടെ വീട്ടുകാരോട് എല്ലാം പറയും. പക്ഷേ അവർ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് അവളെ കല്യാണം കഴിപ്പിക്കുന്നത്. കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ കിഷോർ അവളെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയി ജെൻഡർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് സൂര്യ അർജുനായി മാറുന്നത്. അർജുൻ എല്ലാം പറഞ്ഞിട്ടും ആതിരയ്ക്ക് വിശ്വാസം വരില്ല. അവസാനം അർജുൻ ആതിരയുടെ ഫോൺ മേടിക്കും. അവൾക്ക് ആ ഫോൺ ഗിഫ്റ്റ് ചെയ്തിരുന്നത് സൂര്യയാണ്. അതുകൊണ്ട് തന്നെ സൂര്യയുടെ ഫിംഗർ വെച്ച് അത് അൺലോക്ക് ആക്കാൻ പറ്റും. അർജുൻ അത് അൺലോക്ക് ആക്കുന്നത് കണ്ടിട്ട് ആതിരയ്ക്ക് ഷോക്കാകും. അവൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോകും. ആതിരയ്ക്ക് അതിനുശേഷം അർജുനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാകുന്നത് വരെ ഒരു 1 ഇയർ ബ്രേക്ക് എടുക്കാമെന്ന് അർജുൻ പറയുന്നുണ്ട്. അങ്ങനെ 1 ഇയർ ബ്രേക്ക് കഴിഞ്ഞിട്ട് അവർ വീണ്ടും കാണും. ആതിര അർജുനോട് ഓക്കെ പറയുമോ ഇല്ലയോ എന്ന് ഈ മൂവിയിൽ പറയുന്നില്ല. പക്ഷേ യെസ് പറഞ്ഞാണ് എന്ന് വിശ്വസിക്കാനാണല്ലോ നമുക്കിഷ്ടം. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഈ മൂവിയുടെ പേരാണ് തിട്ടം 2.